അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും അധികാരം പിടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം CPM നടത്തുന്നുണ്ട്. അപ്പോൾ അത് കൊച്ചിൻ കോർപ്പറേഷനിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയതിനേക്കാൾ കൂടുതൽ ആ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. 14-ാം തീയതിയാണ് വോട്ടർ പട്ടികയിൽ രണ്ടാം ഘട്ടത്തിൽ പേര് ചേർപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. അതിന്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും അത് വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ദിവസത്തെയും ഹിയറിംഗ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതാത് കോർപ്പറേഷന്റെ ഓഫീസുകളിൽ അത് ആരൊക്കെയാണ് എന്ന് പ്രദർശിപ്പിക്കണം. അതിന്റെ ലിസ്റ്റ് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ ലിസ്റ്റ് ആവശ്യപ്പെടുമ്പോൾ അത് അവരോട് താമസിക്കുന്ന ആളുകളാണ് എന്നുള്ളത് ഞങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് അറിയാൻ സാധിക്കും. അപ്പോൾ 8-ാം തീയതിക്ക് ശേഷമാണ് ആ ഹിയറിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലുള്ള മുന്നൊരുക്കം കോൺഗ്രസ് പാർട്ടിയും UDFും നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ആദ്യത്തോടുകൂടി ഞങ്ങളുടെ വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു. നിലവിലുള്ള ഡീലിമിറ്റേഷന് മുന്നോടിയായിട്ടുള്ള എല്ലാ വാർഡുകളും പുനഃസംഘടിപ്പിച്ചു. അതിനുശേഷം ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ പാർട്ടി നടത്തിയിട്ടില്ല. പാർട്ടി ഭരണമുള്ളിടത്തും പ്രതിപക്ഷത്തുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടൽ പാർട്ടിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഭരണസമിതിക്കും പാർട്ടിക്കും നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ മഹാത്മാഗാന്ധി കുടുംബസംഗമം, ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആ കുടുംബസംഗമം നല്ല വിപുലമായ രീതിയിലാണ് ഓരോ വാർഡുകളിലും അത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഒരു വലിയ സാമൂഹിക പിന്തുണ കൂടി അതിനുണ്ടായിരുന്നു. അതിനുശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാൻ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വർക്ക് ഈ കൊച്ചിൻ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജില്ലയിലെമ്പാടും അത് നടന്നിട്ടുണ്ട്. പേര് ചേർക്കാനും നീക്കം ചെയ്യാൻ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇത്തരത്തിൽ 6557 വോട്ട് ഈ വോട്ട് ഇരട്ടിപ്പ് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനം ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. പ്രാദേശികമായി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, സമരപരിപാടികൾ, അതിൻ്റെ പങ്കാളിത്തവും ആ പരിപാടികളുടെ കൃത്യമായ മെസ്സേജും ഓരോ വീടുകളിലേക്കും വോട്ടർമാരിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തി. ഏറ്റവും അവസാനം ഭവന സന്ദർശനം, കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടധികാർ യാത്ര, വോട്ട് കവർച്ചയ്ക്കെതിരായിട്ടുള്ള ആ പ്രതിരോധം തീർക്കുന്ന ബീഹാറിലാണെങ്കിലും അത് കേരളത്തിൽ പോലും ഇനി SIR നടപ്പിലാകുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കൂടി ഞങ്ങൾക്ക് അതിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രവർത്തനവും അതിനോടൊപ്പം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണവും ഉൾപ്പെടെ ഞങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല കൃത്യമായ നല്ല പ്രോഗ്രസ് അക്കാര്യത്തിൽ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാർട്ടി അക്കാര്യത്തിൽ എല്ലാ വാർഡ് കമ്മിറ്റികളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു പ്രവർത്തനം നടത്തിയിട്ട് ഇനി പാർട്ടിക്ക് വിമതനായി മത്സരിക്കാനോ അല്ലെങ്കിൽ വിമത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ആരും ശ്രമിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കോർപ്പറേഷനിലോ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലോ ജില്ലയിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയെങ്കിലും ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള രീതിയിൽ പ്രകടിപ്പിച്ചാൽ അത് പരിഹരിക്കാനുള്ള ഒരു മിഷനറി പാർട്ടിക്കുണ്ട്. അത് താഴെ തലം വരെയുള്ള കമ്മിറ്റികളുണ്ട്. ആ കോർ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കി പാർട്ടി ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിജയമായിരിക്കും UDFിനുണ്ടാകുക. മികച്ച വിജയം, ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെയും UDFിനെയും കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഉത്തരവാദിത്തം. അവരത് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.